എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോ സരിയു രൂപയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് രാഹുലിനെ കുറിച്ചൊക്കെ തിരക്കാണ്. അച്ഛൻ അവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ആകപ്പാടെ വയലന്റ് ആന്ന് പറയാണ്. ഇത് കേൾക്കാൻ കാത്തിരുന്ന പോലെയായിരുന്നു പിന്നീട് രൂപയുടെ സംസാരം. രൂപ പറഞ്ഞു, നിന്റെ അച്ഛന് ജീവനോടെ അവിടെ എത്തിയല്ലോ, അത് തന്നെ നിന്റെയൊക്കെ ഭാഗ്യം എന്ന് കൂട്ടിക്കോ. പക്ഷേ ഉണ്ടല്ലോ, ഇനി ഒരിക്കൽ കൂടെ അയാൾ ഈ വീടിന്റെ മുറ്റത്ത് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജീവനോടെ തിരികെ പോയില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരുവിനൊന്നും മനസ്സിലായില്ല. സരു പറഞ്ഞു, ആന്റി എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. നിനക്കൊന്നും ഒന്നും മനസ്സിലായില്ലല്ലേ? പിന്നെ അയാളുടെ കർമ്മത്ത് പാട് കണ്ടില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും സരു പറഞ്ഞു, അതെ, ആരാ തല്ലിയത്? ആ ചന്ദ്രസേനാണെന്ന് ചോദിക്കാണ്. ചന്ദ്രസേനൊന്നും അല്ല തല്ലിയത്, താരയാ തല്ലിയെന്ന് പറയണം. താരയ്ക്ക് തല്ലാനുള്ള അവകാശമുണ്ട്. നീ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്ക്, നിന്റെ അച്ഛനോട് തന്നെ ചോദിക്ക. ഇത്രയും കാലം എന്നെ എന്റെ ഭർത്താവിനെയും തമ്മിൽ വേർപിരിച്ച് ഇരുത്തിയരാ നിന്റെ അച്ഛനൊക്കെ ചേർന്നിട്ട്. എന്നിട്ടോ എന്റെ നല്ലൊരു ജീവിതം തല്ലി തകർത്ത്. എന്നിട്ട് അയാൾ അങ്ങോട്ട് സൂഹിക്കുമായിരുന്നു. വെറുതെ അല്ല ബഹാസുരൻ അയാളെ വിളിക്കണേന്ന് പറയാണ്. അല്ല ആന്റി, ആന്റി എന്തൊക്കെയാ? കൂടുതലൊന്നും പറയണ്ട, നിന്റെ അച്ഛനോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക്. മേലാല് ആന്റി എന്നൊക്കെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് കേറിയുണ്ടല്ലോ, ഈ പടിക്കകത്തേക്ക് പോലും ഒറ്റ എണ്ണം കേറിപ്പോയേക്കല്ലോ. ഒറ്റ എണ്ണത്തിന് എനിക്ക് കാണണ്ടാന്ന് പറയണം. അവള് വിളിച്ച് ചോദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് രൂപ അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുകയാണ് സറിയു. അപ്പോഴേക്കും ചാരി ചോദിച്ചു, എന്താ മോളെ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. എന്താ സംഭവിക്കാനാ? അവിടെ ചെന്ന് തല്ലും മേടിച്ചോണ്ട് വന്നിരിക്കുക. ആരുടെ കയ്യിൽ നിന്നെന്ന് അറിയാവോ? ആ താര എന്ന് പറയുന്ന അവളുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച് നാണം കെട്ടവൻ വന്നിരിക്കുന്നു പറയണം. ഇത് കേട്ടതും ഷാരിക്കൊരു ഞെട്ടലുണ്ടായി. അല്ല മോളെ, അത് പിന്നെ വേണ്ട, നിങ്ങളൊന്നും കൂടുതൽ പറയണ്ട. ഞാൻ അന്നേ പറഞ്ഞ അവറ്റകളെ ഒന്നും ഭൂമിക്ക് മീതെ വെച്ചേക്കരുതെന്ന്. അപ്പൊ ഞാൻ പറയുമ്പോ പുച്ഛമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? നാട്ടുകാരൊക്കെ കയറി കൈവെക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയാണ്. ആന്റി നല്ല കട്ടക്കലിപ്പില. സ്വത്ത് കിട്ടു എന്തൊക്കെയായിരുന്നു, ഇപ്പൊ ഒന്നും കിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായി. എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് സമാധാനം വന്നേനം. അല്ല, മനുവേട്ടനെ ഇവിടുന്ന് അവസാനം ഓടിച്ചു വിട്ടില്ലേ? എന്റെ മനുവേട്ടനെങ്ങാനും ഇങ്ങോട്ട് വരാതിരുന്നിട്ടുണ്ടല്ല, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാൻ പോന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് സാരി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ഷാരി പറഞ്ഞു, മോളെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെ പറയാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. രാഹുലിനെ കണ്ടതും പറഞ്ഞു, വരുന്നുണ്ടല്ലോ എങ്ങോട്ടാണ്ട് ഒരുങ്ങി കെട്ടി പോകാൻ തയ്യാറായിട്ട്. ഇനിയിപ്പൊ അടുത്ത സ്ഥലത്തുനിന്ന് തല്ലി മേടിക്കാനായിരിക്കും, സ്വീകരണം മേടിക്കാൻ പോകുന്ന പോക്കായിരിക്കും അല്ലേന്നൊക്കെ സരു ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, അതേടി സ്വീകരണം മേടിക്കാൻ പോവാ, നീ വരുന്നുണ്ടോ? വേണമെങ്കിൽ നിനക്കൂടെ തരാന്ന് പറയണേ. കേട്ടപ്പോ ഷാരി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ നിങ്ങളെന്ന് ചോദിക്കാം. പിന്നെ അല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, ആ രൂപേനെ ചന്ദ്രസേനെ 10-20 വർഷക്കാലം ഞാൻ വേർപിരിച്ചതാ. എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേങ്കിൽ ഇനി ഞാൻ വേർപിരിക്കാൻ പോകുന്നുണ്ട് എന്നേക്കുമായിട്ട്. ജീവനോടെ അല്ല, ഇനി ജീവനില്ലാതെ ഞാൻ വേർപിരിക്കാൻ പോണേന്ന് പറയണം. ഇത് കേട്ടപ്പോ സരയ് പറഞ്ഞു, നടന്നത് തന്നെ. ഇപ്പൊ കിട്ടിയതിന്റെ ബാക്കി മേടിക്കാൻ പോകുന്നാന്ന് തോന്നിയെന്ന് പറയണം. അത് നീ കണ്ടോ? ഇപ്പൊ കിട്ടിയതിന്റെ ബാക്കിയാണോ അത് അല്ലയോ എന്നൊക്കെയുള്ള കാര്യം. നീ നിന്റെ ഭർത്താവും കളിക്കുന്ന കളി പോലെയൊന്നും അല്ല. അവസാനം ചിലരെയൊക്കെ ഞാൻ വേർപിരിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരട്ടെ, അതിന് സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ ചെയ്തോളാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സരയു പറഞ്ഞു, എന്റെ മനുവേട്ടനെ കുറിച്ച് എന്തായാലും പറയുന്നെങ്കിൽ നിങ്ങളൊന്നും ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല, എല്ലാത്തിനും ഞാൻ വിഷം കലക്കി തരൂന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, എന്നാ നമുക്ക് കാണാന്ന് പറഞ്ഞ് രാഹുൽ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം സരയു പറഞ്ഞു, എല്ലാത്തിനും ചെങ്ങലക്കേണ്ട സമയമായി. ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും മുഴു ഭ്രാന്താന്ന് പറയണം. ചാരി പറഞ്ഞു, ഇങ്ങനൊന്നും പറയല്ലേ മോളേന്ന് പറയണം. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ കുടുംബത്തിൽ ആകെപ്പാടി ഇത്ര സ്നേഹമുള്ള ആള് മനുവേട്ടനായിരുന്നു. മനുവേട്ടനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. പാവം ജീവനം കൊണ്ട് എങ്ങോട്ടോ പോയിരിക്കുക. അതെങ്ങനെയാ? തലയ്ക്ക് സുഖമില്ലാത്തൊരു അച്ഛനും അതിന് ചേരുന്ന ഒരു അമ്മയും. പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഞാൻ മനുവേട്ടൻ്റെ അങ്ങോട്ട് പോവും. നിങ്ങളൊക്കെ ജീവിക്കോ മരിക്കോ എന്ത് വേണം ചെയ്തോ, ഇവിടെ കിടന്നിട്ട് ഈ കളിയൊന്നും കാണാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം. അത് കേട്ടതും ഷാരി പറഞ്ഞു, മോളെ നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞങ്ങളെ. പിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് പോലും, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് സരിയോ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഷാരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരും കാര്യങ്ങൾ, എവിടെ ചെന്ന് എത്തുമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയില് ഷാരി നിൽക്കുവാണ്. ആ സമയം രാഹുൽ നേരെ പോയത് വിക്രത്തിനെയും പ്രകാശനെയും കാണാൻ വേണ്ടിയിട്ടാ. കാരണം ഇനിയിപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, രണ്ടിലൊന്ന് തീരുമാനിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ആ ചന്ദ്രസേനെ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടണം. പിന്നെ തന്റെ പെങ്ങള് അവള് തന്നെ ചതിക്കുമായിരുന്നു ആ ചന്ദ്രസേനോടൊപ്പം ചേർന്ന് നിന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല, എല്ലാത്തിനും അങ്ങോട്ട് തീർത്ത് കളയണം എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. ഈ സമയം
ഗതികെട്ടൊരു അവസ്ഥയിലെ ചന്ദ്രസേനും വിക്രവും രാഹുലിനും വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ സമയം ചന്ദ്രസേനും വിക്രത്തിനോട് പറഞ്ഞു, എടാ മോനെ, ഇനി നമുക്കൊന്നും നോക്കാനില്ലെന്ന് പറയണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ അവസ്ഥ. അവളുമാരെ എല്ലാത്തിനും ഒറ്റയടിക്ക് നമുക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്ന് പറയണം. അച്ഛാ, അച്ഛൻ പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറയും. എനിക്കറിയാടാ മോനെ, പക്ഷെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അറിയാലോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. കൊല്ലുവാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം. ഇനി ഇപ്പൊ എന്ത് നോക്കാനാന്ന് ചോദിക്കണം. അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് വന്നു. രാഹുൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, എന്നാണെങ്കിലും ആ ചന്ദ്രസേനെ എല്ലാവർക്കും പണി തന്നല്ലേന്ന് ചോദിക്കണം. രാഹുൽ പറഞ്ഞു, ആദ്യം അയാൾ എനിക്കിട്ടാ പണിയെന്നേ. അയാളും എന്റെ പെങ്ങളും കൂടെ കൂടി ചേർന്നിട്ടുള്ള പണി എനിക്ക് തന്നിരിക്കുന്നേ. ഇത് ഒരിക്കലും എനിക്ക് പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ഞാൻ അവിടെ പോയി നാണം കെട്ട് തല്ലി മേടിച്ചിട്ട് വരുന്ന വഴിയാന്ന് പറയണം. രാഹുൽ പറഞ്ഞു, ഇതിനേക്കാളും ആ വലിയ അവസ്ഥയിലാണ് ഞാൻ വരുന്നേ. ഒരു കാര്യം ഉറപ്പായി, ഒന്നിനി ഭൂമിക്ക് വിധ വെച്ചേക്കല്ലെന്ന് പറയണം. ചന്ദ്രസേനൻ പറഞ്ഞു, എന്ത് വേണമെന്ന് രാഹുൽ പറഞ്ഞാൽ മതി. പണത്തിന് മാത്രമേ കുറവുള്ളൂ. പക്ഷേങ്കിൽ ഇന്ന് കിട്ടിയ അപമാനം അതൊരിക്കലും എനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. അത് കേട്ടതും രാഹുൽ പറഞ്ഞു, അത് ശരിയാ, അതിനേക്കാളും വലിയ അപമാനം സഹിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഒറ്റ ഓണത്തിന് വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം. എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം. വിക്രം പറഞ്ഞു, എന്റെ കയ്യില് കുറെ സിംഗിടുകളൊക്കെ ഉണ്ട്. പണം ഇറക്കുവാണെങ്കിൽ അമ്മമാര് കാര്യം തീർത്തോളം എന്ന് പറയാ. രാഹുൽ പറഞ്ഞു, വെറുതെ നാക്കും കൊണ്ട് പറഞ്ഞോണ്ടായില്ല. ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്ത് കാണിക്കണം. അറിയാലോ, ആ ചന്ദ്രസേനൻ അത്ര എളുപ്പം പിടിതരുന്നവനല്ല. അവന്റെ കീഴിലുണ്ട് കുറെ ഗുണ്ടകളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ അവസാനം കഴുത്തിന് മീതെ തല കാണില്ല എന്ന് പറയണം. ഇത് കേട്ടോ വിക്രം പറഞ്ഞു, ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. അതെ, പണം തന്നാൽ മാത്രം മതി. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, പണത്തിന്റെ കാര്യമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നോ രാഹുലെ, നിന്നോടൊപ്പം ഏതിനും കൂടാനായിട്ട് ഞാനുണ്ട്. ഇനിയിപ്പോ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ അവര് ചില ഡീലിങ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പിരിയുവാണ്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചെന്ന് പ്രകാശനോട് പറഞ്ഞു, അച്ഛാ, ഈ കേസ് ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കട്ടെ എന്ന് ചോദിക്കും. നീ എന്താടാ പറയണേ? എന്റെ അച്ഛാ, ഇതിനേക്കാളും ഭേദം ജയിലിൽ പോയി കിടക്കുന്ന. ഇതിനേക്കാളും നല്ല അന്തസ്സുണ്ട്. ഇവളുമാരുടെയൊക്കെ വായിലിരുന്ന് കേട്ട് കയ്യിലെ തല്ലി മേടിക്കുന്നേക്കാളും 100 ഭേദമല്ലേ അത്. രണ്ടിടത്തിനെ അങ്ങോട്ട് തീർത്തിട്ട് പോയി കിടക്കുവാണെങ്കിൽ നല്ല അന്തസ്സോടെ കിടക്കാലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു, എടമോനെ, കാര്യങ്ങളൊക്കെ എളുപ്പമാ, പറയുമ്പോ എളുപ്പമാ, പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കണം. ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട അച്ഛാ. അല്ല, ഇനി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നേ? ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിക്കുവാണ്. നമ്മളൊന്ന് നനഞ്ഞിറങ്ങി നമുക്കിനി കുളിച്ചു കയറുക തന്നെ ചെയ്യാം. തീർക്കാനുള്ളതെല്ലാം തീർക്കാം. പോരാത്തന്നെ ആ രാഹുൽ സലയൊക്കെ നമ്മളോടൊപ്പം തീർക്കില്ലെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാവും അറിയത്തില്ല. ആ രാഹുലിനായിട്ട് നല്ല ഇടിവെട്ടി പണി തന്നെയല്ലേ ആ ചന്ദ്രസേനൻ കൊടുത്തിരിക്കുന്നേ. അത് പോരാഞ്ഞിട്ട് നമ്മളെ നാണം കെടുത്തിയില്ലേന്ന് ചോദിക്കണം. അപ്പൊ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോടോ മോനെന്ന് ചോദിക്കാം. അത് ശരിയാച്ചാ, ഒന്നിനെ വെറുതെ വിടലെന്ന് പറയണം. ഈ സമയം ചന്ദ്രസേനന്റെ അടുത്തേക്ക് രൂപ വന്നിട്ട് പറഞ്ഞു, അത് ചന്ദ്രേട്ടാ, പറയുന്നുണ്ടോന്ന് തോന്നരുത്, ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. കാരണം രാഹുലും ഈ പറയുന്ന പ്രകാശനൊന്നും വെറുതെ വയ്ക്കും തോന്നില്ല. പ്രകാശനത്തെ കരണത്തിനിട്ട് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ പ്രതികാരം ചെയ്യാനായിട്ട് വരുമെന്ന് ഉറപ്പാ. ഏത് രീതിയിലാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനിയിപ്പോ രാഹുലും പ്രകാശനും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ പുതിയ പല തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം നമ്മൾ സന്നദ്ധരായിരിക്കണം എന്ന് പറയണം. ഇത് കേട്ടം ചന്ദ്രസേനൻ പറഞ്ഞു, ആ കാര്യം ഓർത്ത് നീ പേടിക്കേണ്ട രൂപേ. എനിക്കറിയാം അവരുടെ റേഞ്ച് എന്താന്നുള്ളത്. ആ രീതിയിൽ തന്നെ ഞാൻ എന്താളും നിൽക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടി വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ രൂപനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.